മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ നമ്മളൊക്കെ ചാക്കിൽ പല വിധത്തിലുള്ള കൃഷികളും ഇന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചാക്കിൽ ഒരു കാച്ചിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പൂള് കാച്ചിൽ ചാക്കിൽ നട്ട സമയത്ത് അല്പം എല്ലുപൊടിയും ഒക്കെ ചേർത്താണ് നട്ടത്. ഇതിപ്പോൾ രണ്ടാമത്തെ വളമാണ്. നട്ട സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു 3 വളമാണ് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് ചെയ്യുന്നത്. ചീനിക്കായാലും കാച്ചിലായാലും ചേമ്പിനായാലും. ഇതിപ്പോൾ രണ്ടാമത്തെ വളം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് പരീക്ഷണാർത്ഥത്തിൽ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ 12 കിലോയോളം തൂക്കമുള്ള ഒരു കാച്ചിലാണ് കിട്ടിയത്. അപ്പം ഈ ചാക്കിലും അതിൽ കൂടുതൽ തൂക്കമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പൂള് കാച്ചിൽ ഇത്രയും ഉള്ള ഒരു പൂള് കാച്ചിലാണ് ഇതിനകത്ത് നട്ടപ്പോൾ ആ വളത്തിന്, ഞാൻ പറഞ്ഞ വളത്തിന് പുറമെ പിന്നെ കരിയില, പെട്ടെന്ന് അഴുകുന്ന കരിയില എന്ന് വെച്ചാൽ ഈ വൃക്ഷങ്ങളുടെ ഇലകൾ ഉണങ്ങിയതാണ് നമ്മൾ ഇടുന്നത്. അപ്പം രണ്ടാമത്തെ വളം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രണ്ടാമത്തെ വളം എന്ന് പറയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള രണ്ടാമത്തെ വളം ഇത് ഉണങ്ങിയ ചാണകപ്പൊടി, ശരിക്കും ഉണങ്ങിയ ചാണകപ്പൊടിയും എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും വേപ്പിൻ്റെ പിണ്ണാക്കും കുറച്ച് മണ്ണും കൂടി ചേർത്ത ഒരു വളമാണ് ഇപ്പോൾ. അപ്പോൾ ഇതിനകത്ത് കരിയിലയുണ്ട്. നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് നിറച്ച് കരിയിലയാണ്. അപ്പോൾ ഈ ചാക്കിനകത്ത് ഈ വളം കൂട്ടി, ഈ വളക്കൂട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത്. വളക്കൂട്ട് ഇടാൻ പോവുകയാണ്. വളക്കൂട്ടിട്ടു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 3 പ്രാവശ്യമായിട്ടാണ് ഈ മണ്ണും വളം കൂടെ കൂട്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മണ്ണ് മാത്രമേ ആകാവൂ. കൂടുതൽ മണ്ണ് ചാക്കിനകത്ത് വന്നാൽ കാച്ചിലിൻ്റെ വലിപ്പം കുറയും. അതുപോലെ തന്നെ ഇതിനകത്ത് മണ്ണിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളവും മണ്ണൂടെ അത് പിന്നെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ കല്ലുകളൊന്നും കാണരുത്. കല്ലുകളുണ്ടെങ്കിൽ വളർന്നു വരുന്ന കാച്ചിലിന് വിടവുകളുണ്ടാകും. കാച്ചിലിൻ്റെ നല്ല നേർമലായിട്ടുള്ള കാച്ചിലെ കിട്ടത്തില്ല. അതിനകത്ത് കുഴികളുമൊക്കെ ഉണ്ടാകും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് ചെത്തിക്കളയുമ്പോൾ, ഇപ്പോൾ നമ്മൾ പാചക ആവശ്യത്തിന് എടുക്കുന്നുണ്ട്, ഒരുപാട് നമ്മളത് പിന്നെ ചെത്തിക്കളയേണ്ടതായിട്ട് വരും. നമുക്ക് നഷ്ടപ്പെടും അതിൻ്റെ കിഴങ്ങ്. പകരം നല്ല അരിച്ച മണ്ണും ഒക്കെ ആണെങ്കിൽ, കരിയിലൊക്കെ ആണെങ്കിൽ നല്ല നേർത്ത കാച്ചിലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ, ചാക്കിനകത്ത് ഏറ്റവും കൂടുതൽ തോല് വെച്ച് കൊടുക്കും. തോലെന്ന് പറഞ്ഞാൽ പച്ചിലയോ അതല്ലെങ്കിൽ കരിയിലയോ ആണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഈ വളം ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ചാക്കിലായതുകൊണ്ട്, നല്ല മഴയുണ്ടെങ്കിലും ചാക്കിലായതുകൊണ്ട് നമ്മൾ ഈ ഇത് നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചാക്കിലാണെങ്കിലും നനച്ചു കൊടുക്കണം. കാരണം ഇതിന് വളം എപ്പോഴിട്ടാലും ചാക്കിനകത്ത കൃഷിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ തോലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളവും നമ്മൾ കൊടുക്കുന്ന വെള്ളവും മാത്രമേ ഉള്ളൂ ഈ ചാക്കിൽ നടുന്ന എല്ലാ വിളകൾക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ചാക്കിൽ നട്ടാലുള്ള ഗുണമെന്ന് വെച്ചാൽ പരിചരണം കുറച്ച് മതി. ഒപ്പം നമ്മൾ കൊടുക്കുന്ന വളവും മറ്റ് ലവണങ്ങളും ഒക്കെ പൂർണ്ണമായിട്ടും ഈ സസ്യത്തിന് തന്നെ കിട്ടും. അതായത് ഈ നമ്മൾ എന്താണോ നടുന്നത് അതിന് തന്നെ കിട്ടും. മറ്റ് വൃക്ഷങ്ങളുടെ ഒന്നും വേരുകൾ ഈ ചാക്കിനുള്ളിലോട്ട് കയറി ആ വളം വലിച്ചെടുക്കത്തില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ആവശ്യത്തിന് വെള്ളവും വളവും നൽകാനുള്ള മനസ്സും അതിനുള്ള ആഗ്രഹവും ഒക്കെ ഉള്ളവർ മാത്രമേ ചാക്കിനകത്ത് ഈ കൃഷി ചെയ്യാവൂ. ഇല്ലെങ്കിൽ നമുക്കറിയാം, ഈ സസ്യങ്ങളായാലും അതിന് ജീവനുണ്ട്. അതിനെ ചാക്കിനകത്ത് നമ്മൾ പിടിച്ച് കയറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം വെള്ളം യഥേഷ്ടം ലഭിച്ചില്ലെങ്കിൽ, അതുപോലെ തന്നെ അതിന് വളം ലഭിച്ചില്ലെങ്കിൽ ആ ജീവജാലത്തിന് വളരെയധികം ദുഃഖം ഉണ്ടാകും. അത് നമുക്ക് ഉചിതമല്ല. അതുകൊണ്ട് ഇതിന് പറ്റുമെങ്കിൽ ഇഷ്ടംപോലെ വെള്ളവും അതുപോലെ തന്നെ ആവശ്യത്തിന് വളവും കൊടുക്കാൻ ഉള്ള അറിവും അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉള്ളവർ മാത്രമേ ചാക്കിൽ കൃഷി ചെയ്യാവൂ. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിളവെടുക്കാൻ നമുക്ക് ചാക്കിൽ കൃഷി ചെയ്യുമ്പോൾ സാധിക്കും. ചാക്കിൽ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മണ്ണ് നിറയ്ക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് വളരെ ശ്രദ്ധയോടെ വേണം അരിച്ച് കല്ലൊക്കെ നീക്കം ചെയ്ത് ഒക്കെ വേണം മണ്ണെടുക്കാൻ. മണ്ണിനോടൊപ്പം തന്നെ കരിയിലപ്പൊടിയോ ഒക്കെ ചേർക്കണം. അതുപോലെ ചാണകം ചേർക്കുമ്പോൾ ഒരു കാരണവശാലും പച്ച ചാണകം ഇടരുത്. പകരം നല്ലവണ്ണം ഉണക്കി പൊടിയാക്കിയതോ അതല്ലെങ്കിൽ കലക്കി നേർപ്പിച്ചതുമായ മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ നടുന്ന ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾക്കായാലും ഏത് സംഗതിക്കായാലും അതിന് കീടരോഗബാധയുണ്ടാകും. കാരണം ചാണകത്തിൽ ഒട്ടനവധി കീടങ്ങൾ മുട്ടയിടുകയും ആ മുട്ട കൂടി ഈ പിന്നെ നമ്മളിടുന്ന കൃഷിയിടത്തിൽ വ്യാപിക്കുകയും അങ്ങനെ ആ കീടങ്ങൾ വിരിഞ്ഞ് ആ കൃഷിക്ക് വളരെയധികം നാശം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ കാച്ചിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കാച്ചിൽ നമ്മൾ പടർത്തി കൊടുക്കണം. ഇതാണ്ട ചാക്കിലാണെങ്കിൽ പോലും നമ്മൾ പടർത്തി കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് പടർത്താൻ തെങ്ങോ മറ്റ് വൃക്ഷങ്ങളോ ഇല്ലെങ്കിൽ ഒരു വലിയ കമ്പ് നമ്മൾ കുഴിച്ചിട്ട് അതേ പടർത്താം. അതല്ലെങ്കിൽ
ഒരു കയറ് വലിച്ച് വലിയ വൃക്ഷത്തിലോട്ട് കെട്ടി പടർത്തി കൊടുക്കണം. പടർത്തുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഉയരങ്ങളിലേക്ക് ഇത് പോയി ഇതിൻ്റെ ഇലകളിൽ ഇഷ്ടംപോലെ ചൂടും പ്രകാശവും ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ആ പറഞ്ഞ ഒരു ചാക്കിൽ നട്ട 12 കിലോ മുതൽ മേപ്പോട്ടുള്ള കാച്ചിൽ കിട്ടത്തുള്ളൂ. ഇപ്പോഴേ കാച്ചിലിനൊക്കെ നല്ല വിലയാണ്. കാച്ചിൽ നല്ലൊരു ഭക്ഷ്യവസ്തുവാണ്. നമുക്ക് പുഴുക്കായിട്ട് അതുപോലെ കറി വെച്ചും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് കാച്ചിൽ. അതുപോലെ കാച്ചിൽ 2 ഇനത്തിലുണ്ട്. നീല വയലറ്റ് നിറമുള്ള കാച്ചിലുണ്ട്. അത് പോഷക സമ്പുഷ്ടമാണ്. പിന്നെ മറ്റൊരു വെള്ളയാണ്. വെള്ളയ്ക്കകത്ത് ദോഷങ്ങളൊന്നുമില്ല, പക്ഷേ മറ്റതിൻ്റെ അത്രയും സ്വാദിഷ്ടമല്ല എന്നുള്ളതേ ഉള്ളൂ. പോഷക സമ്പുഷ്ടമല്ലതേ ഉള്ളൂ, പക്ഷേ നല്ലൊരു വിഭവമാണ്. അപ്പം ഇന്ന് ഈ അത്യാവശ്യ സാധനങ്ങൾക്ക്, പ്രത്യേകിച്ചും ഭക്ഷണ വസ്തുക്കൾക്ക് അനുദിനം വില കൂടിക്കൊണ്ടിരിക്കുന്ന, അനുദിനമല്ല മണിക്കൂറുകളോറും വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു ചാക്കിലും കുറച്ച് കരിയിലയും കുറച്ച് വളവും ഒരു കഷണം കാച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു കാച്ചിൽ ഒപ്പിക്കാം. അതായത് ഒരു 15 കിലോ കാച്ചിലൊരു ചാക്കിനകത്ത് കിട്ടാൻ സാധിച്ചാൽ ഒരു 4 ചാക്കിൽ കാച്ചിലുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു വർഷത്തിലേക്കുള്ള കാച്ചിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. വലിയ അധ്വാനമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. വളമെന്ന് പറയുമ്പോൾ വില കൊടുത്ത് വളം മേടിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കള നിന്നും പുറത്ത് കളയുന്ന വസ്തുക്കളും നമ്മുടെ ചുറ്റുപാടുമൊക്കെയുള്ള പോച്ചകളും കളകളും ഒക്കെ, അതുപോലെ വാഴ വിട്ടുമ്പോഴുള്ള കൊലയുടെ ഭാഗങ്ങളും ഒക്കെ എടുത്ത് നമുക്ക് നല്ല ജൈവവളമാക്കി ഇതിനകത്ത് വാരിയിട്ട് കഴിഞ്ഞാൽ നല്ല കാച്ചിൽ കിട്ടും. കാച്ചിൽ നിന്ന് മാത്രമല്ല എല്ലാ സാധനങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിന് ആകെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു മനസ്സ് വേണം. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കുറച്ച് അറിവ് വേണം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഒരാൾ ചെയ്യുന്ന വിജയിച്ച കാര്യം അത് മറ്റൊരാൾ ചെയ്യുമ്പോൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം ആ ചെയ്വനയിൽ ഉണ്ടായ തെറ്റാണ്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ ചെയ്ത് വിജയിച്ച ഒരു കാര്യം അത് വളരെ ശ്രദ്ധയോടെയും അതിൻ്റെ ആനുപാതികമായ രീതിയിലൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും വിജയിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരാൾ ഒരു സംഗതി ചെയ്യുമ്പോൾ വിജയിക്കണമെന്നില്ല, കൃഷിയായാലും ഏത് സംഗതിയായാലും. പക്ഷേ ആ പരാജയപ്പെട്ടിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ പഠിച്ച് വീണ്ടും ഒന്ന് ആവർത്തിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഒന്നുകൂടി ആവർത്തിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ആ പറഞ്ഞതിനെക്കാട്ടിൽ ഉപരിയായിട്ട് വിളവ് കൃഷിയിൽ നിന്നും ലഭിക്കും, മറ്റേത് സംഗതിയിൽ നിന്നാലും ലഭിക്കും. അതുകൊണ്ട് ആദ്യം ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പരാജയം അത് പരാജയമായിട്ട് കണക്കാക്കാതെ അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനാണെന്നും, അതുപോലെ തന്നെ ഈ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് ഉള്ളവർക്ക് മാത്രമേ വിജയം സ്ഥിരമായി നിൽക്കുകയുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി മുന്നേറുകയാണ് നമ്മൾ വേണ്ടത്. പ്രത്യേകിച്ചും കൃഷി നമുക്ക് ഒഴിച്ചുവിടാനാവാത്ത ഒരു കാര്യമാണ്. മനുഷ്യനെ ഒന്നിപ്പിച്ചതും സ്ഥിരമായി താമസിപ്പിക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിച്ച ഒരു ഘടകം കൃഷി തന്നെയാണ്. കൃഷിയില്ലാതെ നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അപ്പം നമ്മൾ ഇതിനകത്ത് വളമിട്ട് വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കരിയില ഇടുകയാണ്. കരിയില എന്ന് പറയുമ്പോൾ ഇത് ചീമപ്ലാവിൻ്റെ കരിയിലയാണ്. അല്പം അഴുകിയ കരിയിലയാണ്. വളരെ പെട്ടെന്ന് ഇതിനകത്ത് ലയിച്ച് ചേരാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. കരിയില മാത്രം ഇട്ട് കൊടുക്കുന്നു. ഇനിയും ഒരു തവണയും കൂടെ ഇതിന് വളം ചെയ്യണം. അതുപോലെ തന്നെ ഈ കാച്ചിലിൻ്റെ അടുത്ത തവണത്തെ വളമെടുപ്പും ഇതിൻ്റെ വിളവെടുപ്പും, വളമിടലും വിളവെടുപ്പും കാണിക്കുന്നതാണ്. ഈ ചാക്കിൽ നിന്ന് തന്നെ നമ്മൾ വിളവെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. മറ്റൊരു കാച്ചിൽ കാണിച്ചുകൊണ്ട് ഒരു കാച്ചിൽ നടന്ന രീതിയല്ല. നട്ട കാച്ചിലിൻ്റെ വളപ്രയോഗവും അതിൻ്റെ വിളവെടുപ്പും അതെങ്ങനെ ഞാൻ പറഞ്ഞതുമായിട്ട് താരതമ്യമായി എന്നുള്ളതും ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കൃഷിയെ സംബന്ധിച്ചും നമ്മുടെ പച്ചമരുന്നുകളെ പറ്റി ഒക്കെയുള്ള യൂട്യൂബ് ചാനൽ, പ്രത്യേകിച്ചും നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയും ചെറിയ മുതൽ മുടക്കിലൂടെ മാത്രം അല്പം വളം മാത്രം ഉപയോഗിച്ചുള്ള രീതിയുമാണ് ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ അറിവ് ശേഖരിക്കാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി, നമസ്കാരം.